രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ ഞാൻ പോയിരുന്നതാണ്. ഇത് വാർത്താ സമ്മേളനം എന്നാണെന്ന് ഓർക്കുന്നില്ല. ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചവരെന്നാണ് അങ്ങയുടെ തന്നെ സഹപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നത്. അത് ഞാനത് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ്. എന്നാലും അത് അല്ല, അത് ഞാൻ അങ്ങനെ ആയിപ്പോയേനെ ആകേണ്ടതാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ അത്ര സമൃദ്ധതാകുമ്പോൾ നമ്മളങ്ങനെ പോകുമല്ലോ. നമ്മൾ ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടിലാവും. അതാണ്. എന്തോ അങ്ങനെയാണല്ലോ, തുടക്കം അവിടെ ആണല്ലോ. അവിടെ നിന്നാണ് എല്ലാം വരുന്ന പ്രശ്നങ്ങൾ. ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പിന്നീട് അത് പ്രശ്നമായി മാറുമായിരുന്നു. ഞാനത് അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളൊരു വിഷമം പറഞ്ഞതേ ഉള്ളൂ. അതെൻ്റെ പേഴ്സണൽ ഗ്രൂപ്പാണ്. അത് വേറെ അങ്ങനെ പരസ്യമാക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷെ അത് എങ്ങനെയോ അത് പരസ്യമായി. അങ്ങനെയാണ്. അങ്ങനെയാണ് വാങ്ങി വെച്ചു എന്നല്ല അബുദാബിയിലിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അവിടെ ഓസിലോസ്കോപ്പ് നേരത്തെ ഉണ്ട്. ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഈ MP ഫണ്ടിൽ ഇത് വാങ്ങിച്ചതിൻ്റെ കോൺട്രവേഴ്സി ഉള്ളത് കൊണ്ടുമൊക്കെ നമ്മളിതെല്ലാം നേരത്തെ എല്ലാം റെഡിയാക്കി നമ്മുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് തുടക്കം മുതലേ ഉണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത്. പരിഭവവും പരാതിയും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരിവിടെ നമ്മളെന്നും കാണേണ്ടുന്നവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരും ഒക്കെയാണ്. പിന്നെ നമുക്ക് വലിയ സർവീസ് വലിയ കാലവും ഇല്ല. 3-4 വർഷം കൊണ്ട് നമ്മളെല്ലാം റിട്ടയർ ചെയ്ത് പോകേണ്ട ആൾക്കാരും. ആയിരിക്കില്ല, അത് എന്തോ അറിയില്ല, അതിന് വേറെ അറിയില്ല. പർച്ചേസിന് ഇന്നും മുതൽ കൊടുക്കണം. അടുത്ത പർച്ചേസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് 2-3 എണ്ണം. കുറേ പർച്ചേസിൻ്റെ പിന്നെ റിക്വസ്റ്റുകൾ പെൻഡിങ് ആണ്. അത് ഇന്നു മുതൽ ഞാൻ ഒന്നും കൂടെ അത് ആക്ടിവേറ്റ് ആക്കും. അത് കൂടുതൽ അത് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ. അത് അങ്ങനെ പ്രിൻസിപ്പൽ വാങ്ങിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പം അവർ ചേഞ്ച് അത് വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ മെഷീൻ്റെ അതിപ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയ സമയമല്ലേ ആയിട്ടുള്ളൂ. അത് പരിഹരിക്കാനുള്ള ടൈം ആയിട്ടില്ല. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് അതിനകത്ത് അത് സോൾവ് ആകും. അതാണ് എൻ്റെ ചിന്ത. പച്ചക്കള്ളം അങ്ങേക്കെതിരെ പ്രചരിപ്പിച്ച സൂപ്രണ്ട്, പ്രിൻസിപ്പല്, അതും പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട അവർക്കെതിരെ എന്തെങ്കിലും നടപടിയോ അല്ലെങ്കിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമോ? ഒരു പരാതിയില്ല, ഒന്നിലും മുമ്പോട്ട് പോകുന്നില്ല. അത് അങ്ങനെ അത് സമയമെടുക്കും. നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണല്ലോ. അതിന് പിന്നെ ഇപ്പോൾ അത് ഫോളോ അപ്പിന് പോകണം. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. അത് ശരിയായി വരെ. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. പിന്നിൽ നിന്ന് കുത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ഹാരിസ് ചിറക്കൽ പറയുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്കാണ് ഇനി.